والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു സൃഷ്ടികളിൽ നിന്നും മറ്റു ജീവജാലങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായിക്കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവന് ബുദ്ധി അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ഒരു ശക്തി നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. യഥാർത്ഥത്തിൽ അള്ളാഹു എന്തിനായിരിക്കും ഈ ചിന്തിക്കാനുള്ള ശേഷി അല്ലെങ്കിൽ ബുദ്ധി നൽകിയിട്ടുണ്ടാവുക? ഖുർആൻ ചോദിക്കുന്നില്ലേ, അഫലാ തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ താഖിലൂൻ, നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നില്ലേ? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുക, അതിനെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. വഇലസ് സമായി കൈഫ റുഫിയത്, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുക, ഒരു തൂണ് പോലും ഇല്ലാതെ ഇത്രയും പ്രവിശാലമായിക്കൊണ്ട് എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന്. അങ്ങനെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ വളരെ നല്ല രീതിയിൽ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ പഠിച്ച് ഇബ്നു സീനയെ പോലെ, അൽ ബിറൂനിയെ പോലെ, അൽ ഖ്വാരിസ്മിയെ പോലെ വലിയ ശാസ്ത്രജ്ഞന്മാരായി തീരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മളെ കൊണ്ട് ഇത് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും രാപ്പകലുകൾ ഇങ്ങനെ മാറി മറിയുന്നതിനെ കുറിച്ചും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആ ഒരു ഉലുൽ അൽബാബിനെ കുറിച്ച് ചിന്തിക്കുന്നവരെ കുറിച്ചാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. അള്ളാഹു പറയുകയാണ്, അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്. അവർ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവിനെ നിരന്തരമായി സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നവരും അള്ളാഹുവിനെ നിരന്തരമായി ഓർത്തുകൊണ്ടേയിരിക്കുന്നവരുമാണ്. എന്നിട്ട് അവർ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ അറിഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ട് അവർ പറയും, റബ്ബന, ഞങ്ങളുടെ നാഥ, മാ ഖലഖ്ത ഹാദാ ബാതില, നീ ഇതൊന്നും നിർവിധമായിക്കൊണ്ട് സൃഷ്ടിച്ചതല്ല, വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, അതിനാൽ നീ എത്ര പരിശുദ്ധൻ. ഈ സുബ്ഹാൻ എന്ന് പറയുന്നത് കേവലം നാവ് കൊണ്ട് മാത്രം ഉച്ചരിക്കപ്പെടേണ്ടതല്ല, മറിച്ച് ദിക്റിനും ഫിക്റിനും ശേഷമുള്ള ശുക്രിന്റെ ഏറ്റവും പ്രകടമായ രൂപമാണ്. മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, അതുകൊണ്ട് നീ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ രണ്ട് തരം യാത്രകളെ കുറിച്ച് നമുക്ക് ഖുർആനിലൂടെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. കുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ബദഅ, കുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന, കുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ബദഅൽ ഖൽഖ്, നിങ്ങൾ ഭൂമിയിലൂടെ ഉടനീളം സഞ്ചരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചം എങ്ങനെയാണോ സൃഷ്ടിച്ചിട്ടുള്ളത്, മറ്റു ജീവജാലങ്ങളെ എങ്ങനെയാണോ സൃഷ്ടിച്ചിട്ടുള്ളത്, അതിനെക്കുറിച്ച് കൂടുതലായി നമ്മൾ പഠിക്കുക. ഒന്നാമത്തേതാണെങ്കിൽ രണ്ടാമത്തതിലൂടെ അള്ളാഹു പറയുന്നത്, കുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ, നിങ്ങൾ നിങ്ങളുടെ മുന്നേ ജീവിച്ചിരുന്നവരുടെ ജീവിത ശൈലികൾ മനസ്സിലാക്കുക, അവരുടെ പര്യവസാനങ്ങൾ മനസ്സിലാക്കുക, അവർ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുക. ഇതെല്ലാം ജീവിതത്തിൽ മനസ്സിലാക്കിയതിന് ശേഷം ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റത്തിരുത്തൽ വരാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിട്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിലൊന്നും പെടാതെ മറ്റു ദുഷിച്ച കൂട്ടുകെട്ടുകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുണ്ട്. അവരെക്കുറിച്ച് ഖുർആൻ ഉപമിക്കുന്നത്, ലഹും കുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹ, അവർ അതുകൊണ്ട് വേണ്ട രീതിയിൽ ചിന്തിക്കുന്നില്ല. വലഹും ആയുനുൻ, അവർക്ക് കണ്ണുകളുണ്ട്, ലാ യുബ്സിറൂന ബിഹ, അവർ അതുകൊണ്ട് വേണ്ട രീതിയിൽ കാണുന്നില്ല. വലഹും ആദാനുൻ, അവർക്ക് കാതുകളുണ്ട്, ലാ യസ്മഊന ബിഹ, അവർ അതുകൊണ്ട് വേണ്ട രീതിയിൽ കേൾക്കുന്നില്ല. ഉലായിക കൽ അൻആമു ബല്ലഹും അളൽ, അവർ കന്നുകാലികളെ പോലെയാണെന്നാണ് പറയുന്നത്. അല്ല, അവരതിനേക്കാൾ പിയച്ചവരായിട്ടാണ് ഖുർആൻ പോലും അവരെ ഉപമിച്ചിട്ടുള്ളത്. അവരുടെ
ഉലൈകഹുമുൽ ആഫിലൂൻ, അവരവരുടെ കാര്യത്തിൽ തന്നെ അശ്രദ്ധരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം രീതിയിലുള്ള അശ്രദ്ധരായ കൂട്ടരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.